ഫറവോൻ തൻ്റെ സകല ജനത്തോട് പറഞ്ഞു, ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിലിട്ട് കളയണം എന്ന്, പെൺകുട്ടികളെ ജീവനോടെ രക്ഷിക്കണം. ഹല്ലേലൂയ. ഒരു നദി നിനക്ക് ഒരുങ്ങുന്നുണ്ട്. ഇതാ പറഞ്ഞ, നീ ഇപ്പൊ ജനിച്ച് വരേലി കുഴപ്പമില്ല, യവനെ ജനിച്ച ശേഷം ആ നദിയിലോട്ട് എറിഞ്ഞള. കുഞ്ഞുങ്ങളെ തൂക്കാൻ വേണ്ടി ഒരു സൈന്യം ഇറങ്ങുന്നുണ്ട്. ഫറവോന്റെ സൈന്യത്തെ ഹല്ലേലൂയ നദിയിലോട്ട് ഇട്ടുകളയണം. പെൺകുട്ടികളാണെങ്കിൽ അവരെ രക്ഷപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പെൺകുട്ടികളാണെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുക. എന്നാൽ വചനം പറയുന്നു, എന്നാൽ അതിനകത്ത് പുറപ്പാട് 2:1 പറയുന്നു, എല്ലാ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെ നദിയിൽ എറിഞ്ഞും കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ആ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കുഞ്ഞുങ്ങളും, ആൺകുഞ്ഞുങ്ങളൊക്കെ നദിയിലോട്ട് ചെന്ന് വലിച്ചു വീഴുമ്പോൾ അതിനകത്തൊരു ലേവ്യ കുടുംബത്തിൽ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കുടുംബത്തിൽ പോയി. ലേവ്യ കന്യകയാണ്, നോക്കിക്കോളണം. ലേവ്യന്റെ കുടുംബത്തിലോട്ട് പോയി. വചനം കണ്ടോ കിടക്കുന്നത്? ലേവ്യൻ ആരെ കുടുംബത്തിലോട്ട് പോയി? ലേവ്യ കുടുംബത്തിലോട്ടാണ് പോയത്. ചില പദ്ധതികൾ പൊളിയണം. ദൈവഹിതമില്ലാത്ത ഏതെങ്കിലും കുടുംബത്തിലോട്ട് പോവാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ പറയണം, അതിനെ ദൈവമേ എനിക്ക് പൊളിച്ച് തരണം, വിടുതലാവണമെന്ന്. ഹല്ലേലൂയ. എൻ്റെ സഹോദരൻ പറയുന്നത്, നീ എവിടെ നിന്ന് പെണ്ണ് കെട്ടണം, എവിടെ നിന്ന് കൊണ്ടുവരണമെന്ന് ദൈവം എഴുതിയിട്ടിട്ടുണ്ട്. പറ, ദൈവഹിതമില്ലാത്ത ദൈവഹിതമില്ലാത്ത പൊളിയണം. അപ്പോൾ ലേവ്യ കുടുംബത്തിലോട്ടാണ് പോയത്. അവിടെ ചെന്നൊരു കല്യാണം കഴിച്ചു. അവൾ ഗർഭം ധരിച്ചു. കല്യാണം കഴിച്ചാൽ ഒരു കുഞ്ഞിനെയൊക്കെ കിട്ടേണ്ട ആവശ്യമാണ്. ഗർഭം ധരിച്ചു. എന്നാൽ ദൈവം കൊടുത്തത് പെൺകുഞ്ഞല്ല കൊടുത്തത്. എന്നുവെച്ചാൽ ആൺകുഞ്ഞുങ്ങളെ മരണത്തിന് വേണ്ടി നിലവിളിക്കുന്ന സമയത്തും അപ്പോഴമ്മ പറയുമായിരിക്കും, ചില അമ്മമാർ പറയും, എനിക്ക് പെൺകുഞ്ഞിനെ പ്രസവിച്ചാൽ മതി. പക്ഷെ ദൈവം കൊടുക്കണമല്ല ആൺകുഞ്ഞിനെ. ഒരു നദി കുഞ്ഞിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ നദിയിലേക്ക് പിഞ്ചു കുഞ്ഞിനെ വലിച്ചെറിയുമ്പോൾ നദി വിഴുങ്ങും. ആ നദി അട്ടഹസിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ആ സമയത്തും പല അമ്മമാരും മനസ്സ് വിചാരിച്ച് കാണും, എനിക്ക് ആൺകുഞ്ഞിനെ വേണ്ട, എനിക്ക് ആൺകുഞ്ഞിനെ വേണ്ട, എനിക്ക് ജനിക്കുന്ന കുഞ്ഞെല്ലാം പെൺകുഞ്ഞുങ്ങളായാൽ മതി എന്ന് അമ്മമാർ പലപ്പോഴും മനസ്സ് വിചാരിച്ചുണ്ട്. ഞാൻ ആത്മാവിൽ നിന്ന് പറയുക, ബൈബിൾ എഴുതി വെച്ചിട്ടില്ല, പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, പല അമ്മമാരും പറയും, എൻ്റെ കുഞ്ഞിനെ കൊണ്ട് നദിയിലോട്ട് വലിച്ചെറിഞ്ഞ് കൊല്ലുന്നത് ഏത് അമ്മ സഹിക്കും, ഏത് അപ്പൻ സഹിക്കും? ഞങ്ങൾക്കത് കാണാനും പറ്റത്തില്ല. ഇന്ന് പല കുഞ്ഞുങ്ങളും നദിയിലേക്ക് പൊന്തി ജഡങ്ങൾ പൊന്തിക്കൊണ്ടിരിക്കും. അതിനകത്തൊന്നും ദൈവഹിത പ്രകാരം ഒരു ലേവ്യ ലേയകനിയെ വിവാഹം കഴിച്ചു. പക്ഷേ അവർക്ക് ജനിച്ച കുഞ്ഞ് സൗന്ദര്യമുള്ളവനായിരുന്നു, സുന്ദരനായിരുന്നു. ഹല്ലേലൂയ. ഇത് കുഞ്ഞിനെ നമുക്ക് എറിഞ്ഞു കളയാം. പ്രസവിച്ച ഉടനെ എന്ത് വേണം? ഉടനെ ഫറവോന്റെ ആൾക്കാർ വരും. നീ എറിഞ്ഞില്ലെങ്കിലും ഇത് വലിച്ചെറിയുക, നിന്റെ ബാക്കിൽ ആളുണ്ട്. ഹല്ലേലൂയ. അത് കാണാതിരിക്കുവാൻ, ഇവൻ സൗന്ദര്യമുള്ളവനാണ്, ഇവൻ നല്ല കോമളക്കുട്ടനാണ്, അവന്റെ ഭംഗി കണ്ട എങ്ങനെ അറിയും? അതിനകത്തൊരു ദൈവ സാന്നിധ്യമുണ്ട്. ഈ കുഞ്ഞ് സാധാരണ കുഞ്ഞല്ല, ദൈവത്തിന്റെ മഹത്വമുള്ള കുഞ്ഞാണ്. അതുകൊണ്ട് ഹല്ലേലൂയ. ദൈവം പറഞ്ഞു 3 മാസം ഞാൻ നിന്നെ ഒളിപ്പിക്കാൻ സഹായിക്കാം. ദൈവം ചിലത് ഒളിപ്പിക്കാൻ സഹായിച്ചാൽ നീ ഒളിച്ചോളണം. ഹല്ലേലൂയ. മറച്ചു വെക്കേണ്ട സ്ഥലത്ത് നീ മറച്ചു വെച്ചോളണം. ഹല്ലേലൂയ. എന്നാൽ 3 മാസം കുഞ്ഞിനെ ഒളിച്ചു. എന്നുവെച്ചാൽ അവരെ കണ്ണിൽ, ശത്രുവിൻ്റെ കണ്ണിൽ കാണാതെ മറച്ചു വെച്ചു. ഒളിച്ചു വെച്ചു. കുഞ്ഞ് അതുവരെ സൂക്ഷിച്ചു. എന്നാൽ 3-ാമത്തെ വാക്യത്തിൽ അവനെ പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിയാതെ കുഞ്ഞ് വളരുന്തോറും ഗ്യാബി ഗീബി എന്നൊക്കെ വിളിച്ച് അവിടെ ആൾക്കാരും പട്ടാളക്കാരൊക്കെ അവൻ്റെ ആൾക്കാരൊക്കെ വരുമ്പോൾ കുഞ്ഞ് ആദ്യമൊക്കെ ആണെങ്കിൽ ചിലർ പറയുന്നുണ്ട്, അടയ്ക്കുകയാണെങ്കിൽ മടിയിൽ വയ്ക്കുക, വളർന്നു കഴിഞ്ഞാൽ പറമ്പിൽ കൊണ്ടുവയ്ക്കുക. മടിയിൽ വയ്ക്കുന്ന സമയം ഒരു പരിധി ഉണ്ട്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ പരിധി ആകുമ്പോൾ കുഞ്ഞ് വളർന്ന് 3 മാസം കഴിഞ്ഞ് അടുത്ത 4 പോകുമ്പോൾ കുഞ്ഞിൻ്റെ ശബ്ദം മാറുന്നു, ടോണ് മാറുന്നു, എല്ലാം മാറുന്നുണ്ട്. അത് ഇനിയിപ്പോൾ ഡേഞ്ചറാണ്, ഇനി വയ്ക്കാൻ പറ്റത്തില്ല. കുഞ്ഞിൻ്റെ ജീവന് ഭീഷണിയാണ്. ഹല്ലേലൂയ. കുഞ്ഞിൻ്റെ ജീവന് ഭീഷണിയാണ്. അതുകൊണ്ട് അത് അവനെ പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിയാതെ ആയപ്പോൾ അവൾ ഈ അമ്മയുടെ എന്ന് വെച്ചാൽ ഈ കുഞ്ഞിൻ്റെ അമ്മ അവളൊരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി, അതിന് പശയും കീലും തേച്ചു, പൈതലിനെ അതിൽ കിടത്തി. ആ നദിയിൽ കിടത്തിട്ട് നദിയുടെ അരികിൽ ഞാങ്ങളുടെ ഇടയിൽ വെച്ചു. നോക്കിക്കോണം, ഏത് നദിയിൽ എറിയണമെന്ന് പറഞ്ഞോ ആ നദിയുടെ അടുത്ത് നിന്നും ഒരു പെട്ടകം വാങ്ങി.
പെട്ടകം വാങ്ങി, വെള്ളം കയറാതെ അതിനകത്ത് എന്തു ചെയ്തു? പശ തേച്ചു, കീല് തേച്ചു. അപ്പം എന്നുവെച്ചാൽ വെള്ളം 4 സൈഡും വെള്ളം കയറാതെ ഒരു ബോട്ട് പോലെ, ഞാങ്ങണപ്പെട്ടി എന്ന് പറയും, ഒരു പെട്ടകമുണ്ടാക്കി കുഞ്ഞിന് വേണ്ടി. ആമേ ഹല്ലേലൂയ. അത് ഉണ്ടാക്കിയതല്ല, ദൈവം നിനക്ക് തന്നതാണ്. ഒരു പെട്ടകം നിനക്ക് താമസിക്കാൻ വേണ്ടി, വെള്ളം കയറാതെ പ്രതികൂലത്തിൻ്റെ മധ്യേ. ഇന്ന് പല വെള്ളപ്പൊക്കം വന്നപ്പോഴും ദൈവമക്കളെ ഭവനം നശിച്ചു പോയില്ല. ഹല്ലേലൂയ. നിന്നെ ദൈവം കയറ്റിയിരുത്തിയത് പറ, എൻ്റെ അപ്പം തന്ന പെട്ടകത്തിനകത്താണ്. ഇന്ന് പല ഭവനങ്ങളും തകർന്ന് മണ്ടേ കൂടെ വീഴുമ്പോൾ, തകർന്ന് ഭൂകമ്പത്തിൽ തകരുമ്പോൾ പറ, ദൈവത്താൽ പണിയുന്ന ഭവനം ഒരിക്കലും തകർന്നു പോകത്തില്ല. ഹല്ലേലൂയ. എങ്ങനത്തെ ഭവനമായിരിക്കണം? ദൈവത്താൽ പണിയുന്ന ഭവനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ പെട്ടകത്തിനകത്ത് ആമേ പശയും കീലൊക്കെ തേക്കുന്ന എന്തിനെന്ന് അറിയാമല്ലോ? പശ തേക്കണ ചുമ്മാ പശ ഉള്ളതുകൊണ്ടൊന്നുമല്ല, കീലുള്ളതുകൊണ്ടല്ല. ഇതൊക്കെ വാങ്ങിച്ച് 4 സൈഡിലും ആമ നോക്കിയോണം, ക്യാപ്പ് കാണും. ഇതിനകത്തൊക്കെ കീല് തേക്കണം. ആമ മൊത്തം സൗണ്ടിന് 4 സൈഡ് വെള്ളം കയറാതെ ഒരു സുരക്ഷിതത്വം വരുത്തി കീലും പശയും തേച്ചു. ആമേ ആ പെട്ടകത്തിനകത്ത് കുഞ്ഞിനെ കിടത്തിയിട്ട് ആമേ നദിയുടെ അരികിലോട്ട്, ഈ ഞാങ്ങണയുടെ ഇടയിലോട്ട് വെച്ചു. എന്നാൽ അടുത്ത ദൈവം പ്രവർത്തിക്കാൻ പോകുന്ന നോക്കിക്കോളണം. അടുത്ത ദൈവപ്രവൃത്തി നോക്കിക്കോളണം. അവന് എന്ത് ഭവിക്കുമെന്ന് അറിയുവാൻ അവൻ്റെ പെങ്ങൾ ദൂരത്ത് നിന്ന്, അമ്മ വെച്ചെങ്കിലും ആമേ ഹല്ലേലൂയ, പെങ്ങളുടെ സഹോദരി ദൂരത്ത് നിന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അടുത്ത ദൈവം പറയുന്നുണ്ട്, എല്ലാ ദിവസവും വ്യത്യസ്തമായി എപ്പോഴും സംഭവിക്കുന്നതിനെക്കാട്ടിലോ 5-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ ഫറവോന്റെ പുത്രി നദിയിൽ കുളിക്കുവാൻ വന്നു. ഹല്ലേലൂയ. മരണത്തിൻ്റെ നദിയിലോട്ട് ആമേ, ഇതാ മരണ കുഞ്ഞുങ്ങളെ എറിയുന്ന നദിയിലോട്ട് ആമേ വീണ്ടും ഫറവോന്റെ പുത്രിയെ പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, രാജകൊട്ടാരത്തിൽ കുളിക്കാൻ സൗകര്യം ഇല്ലേ? പക്ഷെ രാജകുമാരോട് ചോദിക്കുകയാണ്, എന്താ രാജകുമാരി, വീട്ടിലേക്ക് അവിടെ നിനക്ക് എല്ലാ സൗകര്യവും കുളവും എല്ലാ സൗകര്യങ്ങളും ഉള്ളിടത്ത് ഇന്ന് എന്തൊരു വ്യത്യാസം? ഇന്നലെ വരെയും പോകാത്ത നദിയിലോട്ട് പോകണമെന്നൊരാഗ്രഹം ഇല്ല. എന്നെ മാമി ആരോ പറയുന്നു, അകത്ത് ആരോ പറയുന്നു, ഇന്ന് വീട്ടിൽ നിന്ന് കുളിക്കണ്ട, ഇന്ന് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കണ്ട, ഇന്ന് ഇവിടുത്തെ കുളത്തിൽ നിന്ന് കുളിക്കണ്ട, എനിക്ക് നദിയിൽ ആ നദിയുടെ പേരുണ്ട്, എനിക്ക് നദിയിൽ ചെന്ന് കുളിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് നദിയിലോട്ട് പോകണം. ദൈവം പറയുന്നു, എവിടെ നിന്ന് ഓർഡർ ഇറങ്ങിയിട്ടുണ്ടോ അവിടെ നിന്നും ദൈവം അനുകൂലമായി ചില വ്യക്തികളെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഫറവോൻ ആയിരിക്കുന്ന സമയത്ത് ഫറവോൻ തന്നെയാണ് പറയുന്നത് കുഞ്ഞുങ്ങളെ നദിയിൽ എറിയണമെന്ന്. പക്ഷേ എറിയുന്ന കുഞ്ഞിൻ്റെ മേൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തക്കവണ്ണം ഫറവോന്റെ പുത്രിയെ തന്നെ ദൈവം കയ്യിലെടുത്തു. നിനക്കാര് വിരോധമായി നിൽക്കുമോ അതിനകത്തുനിന്ന് അനുകൂലമായി ചില വ്യക്തികളെ എഴുന്നേൽപ്പിക്കും. എവിടെ നിന്ന് നിനക്ക് ഓർഡർ തിരിച്ചു വരുന്നുണ്ടോ, നിനക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞെടുത്ത് ചില വ്യക്തികളെ, ചില ഉദ്യോഗസ്ഥന്മാരെ ദൈവം അനുകൂലമാക്കി മാറ്റുന്നുണ്ട്. ഫറവോന്റെ പുത്രിക്ക് ഇരിക്കാൻ വയ്യ, ഒരു വല്ലാത്ത ബിംബിഷ്ടം, ഇരിക്കാൻ വയ്യ. ആത്മാവിന്റെ മേൽ ദൈവപ്രവൃത്തി വ്യാപരിക്കുകയാണ്. ദൈവം കൊട്ടാരത്തിൽ നിന്നും, ഇന്നലെ വരെ കൊട്ടാരത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന ഫറവോന്റെ പുത്രിയെ ദൈവം വലിച്ച് പുറത്തെടുക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ കുളി മാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. നീ രാജകൊട്ടാരത്തിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പുഴയിലോട്ട് വാ, ദൈവപ്രവൃത്തി സംഭവിക്കണം. എവിടെ വിരോധമായി ഇറങ്ങിയോ, ദൈവമക്കൾക്ക് എവിടെ വിരോധമായി ഓർഡർ ഇറങ്ങിയോ അതിനകത്തുനിന്ന് ഒരു അനുകൂലമായ ഒരു വിടുതലും വരുന്നുണ്ട്. ഞാൻ പറയട്ടെ, കിട്ടത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്തിന് അനുഗ്രഹം കിട്ടാൻ പോകുകയാണ്. നിന്നെ നോക്കി ചില പാസ്സാകാൻ പോകത്തില്ല, ചില അനുഗ്രഹങ്ങൾ നിനക്ക് വേണ്ടി പാസ്സാകുന്നില്ല, കിട്ടത്തില്ല, ഒരു ചാൻസും ഇല്ല. അതിനകത്തുനിന്നൊരു വിടുതൽ വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. ദാസിമാരുണ്ട്, ഒറ്റയ്ക്ക് മാത്രമല്ലല്ലോ. രാജകൊട്ടാരത്തിൽ വരുമ്പോൾ രാജാവുമ്പോൾ രാജാവിനൂടെ ഒരുപാട് പരിവാരകരുണ്ട്, രാജകുമാരിയുടെ അടുത്ത് തോഴിമാരുണ്ട്. അപ്പോൾ പുത്രിമാരുടെ ഒരുപാട് തോഴിമാരുണ്ട്. നദിയിൽ കൂടി നടന്നു, ആ തീരത്തൂടെ നടന്നു. അവർ മെല്ലെ 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 നടന്നു. അവർ ഞാങ്ങടെ അടുത്തെത്തി. നീ എവിടെ എത്തണമെന്നും ഏത് കടവിൽ ഇറങ്ങി കുളിക്കണമെന്നും ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്.
ദൈവം നിശ്ചയിച്ചെടുത്ത് മാത്രം ഇറങ്ങുവാനും കുളിക്കുവാനും അനുവാദമുള്ളൂ. ദൈവ പൈതലെ, ദൈവഹിതമില്ലാത്ത കടവിൽ ഇറങ്ങുവാൻ എൻ്റെ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. ഒരു വിടുതൽ എവിടെ എടുക്കണമെന്ന് ദൈവം മുമ്പേ കൂട്ടി വരച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് പറയാം, നിന്റെ പദ്ധതി നടക്കത്തില്ല, ദൈവത്തിൻ്റെ പദ്ധതി നടക്കും. പൈതന്റെ മേൽ എന്തുണ്ടായിരുന്നു? അഭിഷേകം ഉണ്ടായിരുന്നു. ഇത് സാധാരണ കുഞ്ഞല്ല. അപ്പോൾ കുഞ്ഞ് ആ ജ്ഞാനപ്പെട്ട പെട്ടി തുറന്ന സമയത്ത് കുഞ്ഞ് ഒറ്റ വിളി അങ്ങ് വിളിച്ചു കൊടുത്ത്. കുഞ്ഞ് കരയുന്നു. കുഞ്ഞ് കരയുന്ന എന്തിനാ? ഈ പിഞ്ച് കുഞ്ഞ്, 3 മാസമായ കുഞ്ഞ് കരയുന്ന എന്തിനാ? കളിപ്പാട്ടത്തിനാണോ? വേറെ എന്തെങ്കിലും ആണോ? അമ്മയ്ക്ക് നല്ലപോലെ അറിയാം. എത്ര തിരക്കുണ്ടെങ്കിലും ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോൾ കുഞ്ഞ് കരയുന്നത് നല്ലപോലെ അമ്മമാർക്കറിയാം. കുഞ്ഞ് കരയുന്നത് പാലിന് വേണ്ടിയാണ്. എനിക്കിപ്പോൾ വേണ്ടത് പാലാണ് വേണ്ടത്. എന്നാൽ കുഞ്ഞ് കരയുന്നു. എന്നാൽ അവക്ക് കുഞ്ഞ് കരഞ്ഞപ്പോൾ അതിനോട് അലിവ് തോന്നി. എന്ത് തോന്നി? അലിവ്, മനസ്സലിവ് തോന്നി. നിന്നോട് മനസ്സലിയത്തക്കവണ്ണം ദൈവപ്രവൃത്തി സംഭവിക്കുന്നുണ്ട്. ഇന്നലെ മനസ്സലിഞ്ഞില്ലെങ്കിൽ ഹല്ലേലൂയ, ഫറവോൻ മനസ്സലിഞ്ഞില്ല, ഫറവോന്റെ പുത്രി മനസ്സലിയുന്നുണ്ട്. നമ്മൾ എവിടെയാണോ നമുക്ക് ദ്രോഹം ചെയ്തത്, അതിനകത്തു നിന്നും ചില വ്യക്തിയെ മനസ്സലിവത്തക്കവണ്ണം ദൈവം അവിടെ പ്രവർത്തിച്ചു. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഞാനിത് പറയുന്നത്, ഈ വചനമൊക്കെ പറയുമ്പോൾ ചില സാക്ഷികളും ചില അനുഭവങ്ങളൊക്കെ പറയുന്നത് നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ ചിന്തിക്കുവാനാണ്. മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യനെ ഇരുട്ടാക്കുന്നതും കണ്ണ് വെളിച്ചമാക്കുന്നതും ദൈവത്തിന് കഴിയാൻ പറ്റും. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയുന്നത് കണ്ണ് തുറക്കാനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, കണ്ണ് തുറക്കാനാണ്. അപ്പോൾ ഇവിടെ പ്രതികൂലത്തിന് രാജകൊട്ടാരം എന്ന് വെച്ചാൽ ഫറവോന്റെ ഓർഡർ എന്താണ്? ആൺകുഞ്ഞുങ്ങളെ ആ കാലഘട്ടത്തിൽ നദിയിൽ വലിച്ചെറിയുക. ആ സമയത്ത് തന്നെയാണ് എപ്പോഴും വ്യത്യസ്തമായ ഫറവോന്റെ പുത്രിയെ ഈ നദീതീരത്ത് കൊണ്ടുവരികയും ഈ ഒരു പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു ഞാങ്ങണപ്പെട്ടി കാണുകയും അതിനകത്ത് പെട്ടി തുറന്നപ്പോൾ കുഞ്ഞ് കരയുകയും ചെയ്തു. എന്നാലും സ്വന്തം അമ്മയല്ല, ഫറവോന്റെ പുത്രിയാണ്. പെണ്ണുങ്ങൾക്ക് മക്കളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. പ്രസവിച്ചില്ല എങ്കിലും ഈ കുഞ്ഞിനെ കുറിച്ച് എന്ത് വേണമെന്നുള്ള മനസ്സലിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. കുഞ്ഞ് കരയുന്നതിന് കാരണം ആമേ ഹല്ലേലൂയ, ഇതിന് അത്യാവശ്യം എന്താണെന്ന് കൃത്യമായിട്ട് ദൈവം കൊടുത്തിട്ട് പറഞ്ഞു, ആ മനസ്സ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവൻ്റെ പെങ്ങൾ ഫറവോന്റെ പുത്രിയോട് പറഞ്ഞു, 6-ാമത്തെ വാക്യത്തിൽ പെട്ടി തുറന്നപ്പോൾ പൈതലിനെ കണ്ടു, ഇതാ കുട്ടി കരയുന്നു. അവൾക്ക് അതിനോട് അലിവ് തോന്നി, ഒരു മനസ്സ്. എന്നിട്ട് പറഞ്ഞു, ഇത് എബ്രായരുടെ പൈതങ്ങളിൽ ഒന്നാകുന്നു. ആ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ നദിയിലെറിയുന്ന സമയത്ത് ഇത് സാധാരണ മിസ്രൈമ്യരുടെ മക്കളല്ല, അത് എബ്രായരുടെ യഹൂദന്റെ കുഞ്ഞാണ്. ഇത് എബ്രായരുടെ കുഞ്ഞാണ്, അതും സാധാരണ വ്യക്തിയുടെ കുഞ്ഞല്ല. അതുകൊണ്ട് ആമേ ഹല്ലേലൂയ, ഒരു മനസ്സലിവ് അവിടെ തോന്നി. മനസ്സിലാക്കി ഇതിൻ്റെ സംഭവമാണെന്നൊക്കെ മനസ്സിലാക്കുവാനുള്ള കൃപ കിട്ടി. എന്നാൽ ആ സമയത്ത് എബ്രായ സ്ത്രീ വിളിച്ചു എന്നവൾ മനസ്സലിവ് തോന്നിയിട്ട് 7-ാമത്തെ വാക്യത്തിൽ അവൻ്റെ പെങ്ങൾ ഫറവോന്റെ പുത്രിയോട്, ഈ പൈതന് മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ ചെന്ന് വിളിച്ചു കൊണ്ടുവരണമെന്ന് ചോദിച്ചു. ഈ കുഞ്ഞിന് 3 മാസം പ്രായമേ ഉള്ളൂ. ഉടനെ കുഞ്ഞിനെ വളർന്ന മനസ്സലിവ് തോന്നി, ഇതിനെ രക്ഷപ്പെടുത്തണം. എന്നാൽ കുഞ്ഞിന് പാൽ കൊടുക്കാൻ വേണ്ടി ഒരു എബ്രായ സ്ത്രീയെ വിളിച്ചു കൊണ്ടുവരണമെന്ന് ചോദിച്ചു. 8-ാമത്തെ വാക്യത്തിൽ ഫറവോന്റെ പുത്രി അവളോട് ചെന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ആ കന്യക ചെന്ന് പൈതൽ ഇപ്പോൾ ആമ നദീതീരത്ത് നിന്നുകൊണ്ട്, ആമ യാതൊരു നദി പറയാം, നൈൽ നദിയാണ്. ഈ നൈൽ നദിയിൽ നിന്ന് കൊച്ചിനെ എടുത്തുകൊണ്ട് എങ്ങോട്ടാ പോകുന്നത്? ഫറവോന്റെ കൊട്ടാരത്തിലോട്ടാണ്. ഹല്ലേലൂയ, എവിടെ കൊല്ലുമെന്ന് പറഞ്ഞോ അവിടെ നിന്നെ വളർത്തുവാൻ കൊണ്ടുപോകുന്നുണ്ട്. ഹല്ലേലൂയ, ഇന്ന് നദിയിൽ നീ മരിച്ചു പോകി മുങ്ങി താഴുവാൻ നൈൽ നദി പറയോ, ആമേ ഞാൻ നിന്നെ ഇപ്പൊ വിഴുങ്ങ. നൈൽ നദി പല കുഞ്ഞുങ്ങളെ മരണങ്ങൾ കണ്ടപ്പോ, എന്നാൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയ കുഞ്ഞ് ആമേ വിഴുങ്ങുവാൻ അനുവാദം കൊടുക്കാതെ എവിടെ നിന്ന് നിനക്ക് അനുകൂലമായി മാറിയോ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എടാ, വെള്ളത്തിൽ വീഴാൻ നിനക്ക് മരിക്കാനുള്ള യോഗമില്ല.
ചില പറയും നീ വെള്ളത്തിൽ വീഴുന്ന മരിക്കുക. നിന്റെ ജാതകം എഴുതിയപ്പോൾ നിന്റെ മരണം വെള്ളത്തിൽ വീഴുന്ന മരിക്കുമെന്നാണ് ഞാൻ ജാതകത്തിൽ. ഇന്ന് ചിലർ പറയും നീ മരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പല ജാതകത്തിൽ എഴുതി വെക്കാറുണ്ട്. അതെല്ലാം പൊളിയാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ചില പദ്ധതികളെ, ഇന്ന് ശത്രുവിന്റെ പദ്ധതികളെ യേശുവിന്റെ നാമത്തിൽ പൊളിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എവിടെ നിന്നാണോ ഓർഡർ ഇറങ്ങിയത് അവിടെ തന്നെയാണ് ദൈവം വളർത്തുവാൻ പദ്ധതിയുണ്ട്. നിങ്ങൾക്ക് ഇന്ന് ആരെങ്കിലും പ്രതികൂലമായി നിന്നാൽ അതിനകത്ത് അനുകൂലമാക്കി മാറ്റുന്ന അവസ്ഥയിലേക്ക് ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ആരാധനയ്ക്ക് തടസ്സമാണ്, പ്രാർത്ഥിക്കാൻ തടസ്സമാണ്. ഹല്ലേലൂയ. അതിനകത്തൊരു ദൈവ പ്രവൃത്തി സംഭവിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഇസ്രായേൽ പറഞ്ഞു 7-ാമത്തെ വാക്യത്തിൽ അവന്റെ പെങ്ങൾ ഫറവോന്റെ പുത്രിയോട് പറഞ്ഞു, ഈ പൈതലിന് മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ വിളിച്ചുകൊണ്ട് വരണം. അവരെന്താ പറയാത്തത്? മിസ്രൈമ്യ സ്ത്രീയെ വിളിക്കാത്ത കാര്യം എന്ത്? ഫറവോന്റെ പുത്രി പറഞ്ഞ ഒറ്റ ചോദ്യം, ഈ കുഞ്ഞ് എബ്രാഹിന്റെ കുഞ്ഞെന്നറിയാം. എന്താ മിസ്രൈമിലെ പെണ്ണുങ്ങളും പ്രസവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? മിസ്രൈമിലൊരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് വരാൻ പറയാത്തത്? നീ ആരെ പാല് കുടിക്കണമെന്നും എന്ത് തിന്നണമെന്നും ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലല്ല എങ്കിൽ തിരിച്ച് വേണമെങ്കിൽ പറയാം, ഇത് എബ്രാഹിന്റെ കുഞ്ഞിനെ കൊണ്ട് മിസ്രൈയ സ്ത്രീയെ കൊണ്ടുവന്ന് പാല് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വിളിക്കാൻ പോകാത്ത കാരണം ദൈവം അതിന് അനുവാദം കൊടുത്തിട്ടില്ല. അതുമാത്രമല്ല ഫറവോന്റെ പുത്രി പറഞ്ഞത് ഒരു എബ്രായ സ്ത്രീയെ വിളിച്ചുകൊണ്ട് വരാനാ പറഞ്ഞത്. കുഞ്ഞിൻ്റെ വേറെ ഒന്നും പറഞ്ഞില്ല, കുഞ്ഞിൻ്റെ അമ്മയെ വിളിക്കാൻ പറഞ്ഞില്ല, ആരെയും വിളിക്കാൻ പറഞ്ഞില്ല. എന്നാൽ വിളിച്ചുകൊണ്ട് വരിക പറഞ്ഞപ്പോൾ സമയത്ത് കന്യക എന്ന് വെച്ചത് പൈതലിൻ്റെ അമ്മയെ വിളിച്ചു കൊണ്ടുവന്നു. യഥാർത്ഥ അമ്മയെ തന്നെ. അന്ന് ഒരുപാട് സ്ത്രീകൾ പ്രസവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളാണ്. ഒരാൾ മാത്രമല്ല, എബ്രായ സ്ത്രീകൾ ഒരുപാടുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, 10,000-കണക്കിന് ആൾക്കാരുണ്ട്. അതിനകത്തും യഥാർത്ഥ അമ്മയെ കൊണ്ടുവരുവാൻ ആര് കൊണ്ടുവന്നു? മനുഷ്യൻ കൊണ്ടുവന്നതല്ല, ഫറവോന്റെ പുത്രി കൊണ്ടുവന്നതല്ല, ദൈവം അതിനകത്ത് കയറ്റിയതാ. ഹല്ലേലൂയ. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല കുഞ്ഞെ. ഇന്ന് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ 1 ഇഞ്ച് പോലും നീങ്ങത്തില്ല. ഇത് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. യഥാർത്ഥമായി ആമേ ഹല്ലേലൂയ. മറ്റാരെയും വിളിക്കാതെ ദൈവം ചിലർക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത് മാത്രമേ നടക്കത്തുള്ളൂ. ദൈവഹിതത്തിനനുസരിച്ച് ദൈവഹിതപ്രകാരമുള്ള ഒരു തലമുറ ദൈവത്തിന് ആവശ്യമുണ്ട്. കാര്യം ഈ കുഞ്ഞ് ഒരു അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തെ നയിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇത് സാധാരണ കുഞ്ഞല്ല. താഴോട്ട് വായിച്ച് പറയാം, ഇത് ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് വന്നതാ, പ്ലാനിന് വന്നതാണ്, ദൈവം നിശ്ചയിച്ചതാണ്. അതുപോലെ ഞാൻ പറയാം, നിങ്ങളുടെ തലമുറ ദൈവം കണ്ടിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അവരെ അനുഗ്രഹിച്ചിരിക്കും, ദൈവഭാഗത്ത് കൊണ്ടുവന്നിരിക്കും. ഞാൻ പറയാം, നിങ്ങളെ ദൂത് പറയാം, നീ കരയുന്നതിന്റെ മറുപടി നിന്റെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. ഒരമ്മ നിലവിളിച്ചാൽ, ഒരപ്പൻ നിലവിളിച്ചാൽ തലമുറ ദൈവം അനുഗ്രഹിച്ചിരിക്കും. നിന്റെ കണ്ണുനീരിന് മറുപടി കിട്ടും. നമ്മൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഓടിയാലും, എവിടെയൊക്കെ പിടികൊടുക്കാൻ നടന്നാലും, ഒരമ്മ മുട്ടുമേൽ നിന്ന് അല്ലെങ്കിൽ ഒന്ന് നിലവിളിച്ചു കണ്ണുനീരോടെ വിളിച്ചാൽ, ഒരു മോന് വേണ്ടി ഒരു തുള്ളി കണ്ണുനീര് നിലത്ത് വീഴുന്നാൽ അത് നിലത്തല്ല വീഴുന്നത്, അപ്പന്റെ പാദത്തിലാണ് വീഴുന്നത്. അവനെ തൊട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ പറയാ, നിന്റെ കണ്ണുനീരിന് മറുപടി ഉണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ. നീ കരഞ്ഞ നിന്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കും. ശാപത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, അടിമത്തിൽ നിന്ന് ദൈവം പുറത്തെടുക്കും. ഇന്ന് മക്കൾ മദ്യപാനിയാണ്, അനുസരണയില്ല, ലഹരിക്ക് അടിമയാണ്. ലോകപ്രകാരമാണ് മക്കൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, ഒരമ്മയും അപ്പന് കരയാനുണ്ടെങ്കിൽ ആ തലമുറ ഇന്നല്ലെങ്കിൽ നാളെ തൊട്ടിരിക്കും. ദൈവഭാഗത്ത് കൊണ്ടുവരും. നിനക്ക് വിരോധമായി നിൽക്കുന്നതിനെ ദൈവം അനുകൂലമാക്കി മാറ്റും. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ചൂണ്ടയിൽ കിളിപ്പിടുന്നത് പോലെ ദൈവം തൂക്കിയെടുക്കുന്ന മീനിനെ പുഴയ്ക്കകത്തുനിന്ന്, ചൂണ്ടയ്ക്കകത്തുനിന്ന് കൊളുത്തിയെടുക്കുന്ന പോലെ പൊക്കി കരയിലിടുന്ന ഒരു ദിവസത്തേക്ക് കാണുകയാണ്. പറ, എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാ ഞാൻ ഇന്ന് നിൽക്കുന്നത്. ആരെ പ്രാർത്ഥന അറിയുമോ? എൻ്റെ വൈഫിൻ്റെ അമ്മയുടെയും വൈഫിൻ്റെയും രണ്ടുപേരും 3 ദിവസം ഒരുമിച്ച് ഉപവസിച്ചത് കൊണ്ടാണ്
ഞാനിന്ന് മൈക്ക് പിടിച്ചിരിക്കണത്. അല്ലെങ്കിൽ അഭിമാനത്തെ പറയാം, ഞാനിവിടുന്ന് ഇവരൊക്കെ വിട്ടിട്ട് ഒറ്റ പോക്കങ്ങ് പോയി. എന്നിട്ട് പ്രശ്നം നിൽക്കത്തില്ല, ഞാൻ ഓടിക്കളയും. എനിക്ക് അന്ന് നിൽക്കത്തില്ല, 5000 നിൽക്കത്തില്ല, വിളിയില്ല, കോണ്ടാക്റ്റ് ഇല്ല. അങ്ങ് 2-3 മാസം ഈ തിരുവനന്തപുരമേ വിട്ട് ഒരു ദൈവദാസൻ്റെ അടുത്ത് നിന്നിരുന്നുകൊണ്ട് ഞാനിന്ന് അഭിമാനത്തോടെ പറയും, ബൈബിൻ്റെ അമ്മയും ബൈബിളും കൂടെ 3 ദിവസം ഉപവസിച്ചു. ഇവനെ തൊടണം കർത്താവേ, ഇവനെ തൊടണമേ. ഹല്ലേലൂയ. അന്ന് തൊട്ടതാ ദൈവം. അന്ന് തൊട്ടപ്പോ ഒരു സാധാരണ വ്യക്തി നിന്ന് അസാധാരണ വ്യക്തിയാക്കി ദൈവം ഇന്ന് മാറ്റിയത് ഒരമ്മയുടെ കണ്ണുനീരാണ്. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി കരഞ്ഞിട്ടില്ല, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി അന്ന് പ്രാർത്ഥിച്ചിട്ടില്ല, എൻ്റെ അപ്പൻ അന്ന് പ്രാർത്ഥിച്ചില്ല. ശരിക്കും അമ്മായി അമ്മയാണ്. ഹല്ലേലൂയ. ഇങ്ങനത്തെ പൊന്നു നല്ല അമ്മായിമാരെ കിട്ടുന്നതിനായി സ്തോത്രം പറ. ഒരമ്മായി അമ്മയുടെ പ്രാർത്ഥന സ്വന്തം അമ്മയെക്കാട്ടിൽ ആത്മപണ്ട് എൻ്റെ മോനെക്കാട്ടിൽ മരുമകനെ തൊടണം. ഇന്നും ഹല്ലേലൂയ. അമ്മായിമാരിയ്ക്കുന്ന മരുമക്കൾ കൊണ്ട് പ്രാർത്ഥിര്. ഹല്ലേലൂയ. ഒരു അമ്മായിയമ്മയുടെ പ്രാർത്ഥനയാ ഇന്ന് ദൈവം എന്നെ തൊട്ട് എന്നെ ഇന്ന് ഈ പുൽപ്പൊറ്റി നിർത്തിയത്. ഒരു അമ്മായിയമ്മയുടെ കണ്ണുനീര് നിലവിളിയാ. അതിനകത്ത് കുടുംബവും കയറി. ദൈവം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തലമുറകളെ ദൈവം സന്ദർശിക്കുന്ന ദിവസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധാരണ പ്രാർത്ഥനയല്ല, ഒരു 1.5 പ്രാർത്ഥനയാ. അതിനുശേഷം ഹല്ലേലൂയ, ഞാൻ ഇന്ന് വരെയും ഒരാളെ കീഴിന് ജോലിക്ക് പോയിട്ടില്ല, ഒരാളെ കീഴിന് ഞാൻ ജോലിക്ക് പോയിട്ടില്ല. പക്ഷേ അതിനുശേഷം എന്നിലൂടെ അനേകവർക്ക് ജോലി കൊടുക്കുക, ഇന്ന് അനേകവരെ പോറ്റുക, ഇന്ന് അനേകർക്ക് ജോലി കൊടുക്കുക. ആ ഒറ്റ പ്രാർത്ഥന എൻ്റെ ജീവിതം മാറ്റിമറിച്ചു. ഇന്ന് ഒരുപാട് ദൈവമക്കളെ എനിക്ക് തന്നു. ഹല്ലേലൂയ. നിങ്ങളെ മാത്രമല്ല, ചാനലിലൂടെയും ഒരുപാട് രാജ്യമായിട്ടുള്ള ബന്ധങ്ങൾ. ഹല്ലേലൂയ. ആത്മീയമായി ഒരുപാട് ദൈവമക്കളുമായിട്ടുള്ള ആത്മീയമായ ബന്ധങ്ങൾ. ഹല്ലേലൂയ. ദൈവം തന്നത് ഒരമ്മായി അമ്മയുടെ കണ്ണുനീരും നിലവിളിയും. അമ്മേ കുടുംബത്തിൻ്റെ 2 പേരും, അമ്മായി അമ്മയും മോളും കൂടെ ചേർന്നപ്പോൾ, 2 പേരും ഒരുമിച്ച് ചേർന്നപ്പോൾ സ്വർഗത്തിലെ തീ പിടിക്കാൻ തുടങ്ങി, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് 2 പേരും ചേരുമ്പോൾ ദൈവപ്രവൃത്തി സംഭവിക്കും. ഞാൻ പറയട്ടെ, ഇന്ന് 2 പേരും ചേർന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നാലും മതി. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ചേരുവാൻ അന്ന് 2 പേര് നേർന്നു, ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂന്നേ. സാരമില്ലെന്നേ. ഒറ്റയ്ക്കാണ് നിന്റെ കൂടെ ഒരു യേശു ഒറ്റയ്ക്ക് ഇറങ്ങി വരും. ആമേ, നീ ഒറ്റയ്ക്കാണെങ്കിലും ഒറ്റയ്ക്ക് എൻ്റെ യേശു നിന്റെ അടുത്ത് ഇറങ്ങി വരും. നീ ഒറ്റപ്പെടത്തില്ല, നിന്റെ കണ്ണുനീരിന് മറുപടി തരും. നശിച്ചു പോകത്തില്ലെന്നേ, നശിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മളെ തലമുറകൾ ഒരിക്കലും നശിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഭയങ്കര പദ്ധതിയുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെ മക്കളെക്കുറിച്ച്, തലമുറയെക്കുറിച്ച് പറയും, ഞാൻ ആത്മാവിൽ പ്രവചിക്കാം, ദൈവത്തിന് വലിയ വമ്പൻ പദ്ധതികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എന്നിട്ട് ഫറവോന്റെ പുത്രൻ പറഞ്ഞു, ഈ പൈതലിനെ മുന്നോട്ട് അമ്മ ഒരാളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. എന്നിട്ട് കൊണ്ടുവന്നിട്ട് ഫറവോന്റെ പുത്രി പറയുന്നു, ഈ അമ്മയോട് ഈ പൈതലിനെ നീ കൊണ്ടുപോയി, ആരോടാ പറയുന്നത്? ഈ പൈതലിന്റെ അമ്മയോട് പറയുകയാണ്, നീ കൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തണം, ഞാൻ നിനക്ക് ശമ്പളം തരും എന്ന് പറഞ്ഞു. സ്ത്രീ പൈതലിനെ എടുത്തു കൊണ്ടുപോയി മുല കൊടുത്ത് വളർത്താൻ തുടങ്ങി. നോക്കിക്കോണം, പൈതലിനെ രാജകൊട്ടാരത്തിൽ നിന്ന് എവിടെ കൊണ്ടുപോകുന്നു? ആമേ, പൈതൽ ജനിച്ച സ്ഥലത്തോട്ട് കൊണ്ടുപോവുകയാണ്. നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതിന് ദൈവം തിരിച്ച് നിനക്ക് തരും. താലോലിക്കുക, ആമേ, സന്തോഷിക്കുക. ഇന്ന് നഷ്ടപ്പെട്ടു പോയി അനുഗ്രഹത്തെ ദൈവം നിന്റെ കയ്യിൽ മടക്കി തരുകയാണ്. നഷ്ടപ്പെട്ടു പോയി അനുഗ്രഹത്തെ, നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതിന് ദൈവം നിന്റെ കയ്യിലോട്ട് തിരിച്ചു വരത്തക്കവണ്ണം ഒരു അത്ഭുതം ഇന്ന് പകൽക്കാലം ചെയ്യുന്നുണ്ട്. ഓ, നഷ്ടപ്പെട്ട സ്നേഹത്തെ, നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹത്തെ ദൈവം നിനക്ക് വേണ്ടി തിരിച്ച് റൂട്ട് തിരിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞു, എനിക്ക് കുഞ്ഞിന്റെ മരണം കാണുവാൻ എനിക്ക് കഴിയത്തില്ല. ഈ കുഞ്ഞ് വെള്ളത്തിൽ മുങ്ങി ചാവുന്നത് എനിക്ക് കാണാൻ സഹിക്കുന്നില്ല. ഈ കുഞ്ഞിനെ വെള്ളത്തിൽ എറിയുന്നത് കാണുവാൻ എനിക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ കുഞ്ഞിനെ കൊല്ലുവാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാങ്ങനെ പെട്ടിക്കകത്ത് വെച്ചത്. ഹല്ലേലൂയ. ഒരിക്കലും പൈതലെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയായിരുന്നോ? ഒരിക്കലും അമ്മ വിചാരിച്ചാണ്, എനിക്ക് ഒരിക്കലും ഈ കുഞ്ഞിനെ കിട്ടത്തില്ല, ഇനി ഒരിക്കലും കാണാനും പറ്റത്തില്ല, ഇനി ഒരിക്കലും ഈ കുഞ്ഞിനെ എനിക്ക് കാണാൻ മറന്നേക്കാം, എന്നേക്ക് ഈ കുഞ്ഞിനെ മറന്നേക്കാം. ഞാൻ ഇങ്ങനൊരു മോനെ പ്രസവിച്ചിട്ടുമില്ല, ഞാൻ ഇങ്ങനെ കുഞ്ഞിന് മുല കൊടുത്തിട്ടുമില്ല. ആ മാതൃ സ്നേഹത്തെ നോക്കിക്കോളാം. അമ്മയുടെ മാതൃ സ്നേഹം നെഞ്ചു പൊട്ടുന്ന വേദന
വേദനയെ ഇന്ന് സ്വർഗം കാണുന്നു. അമ്മമാരെ, നിങ്ങളെ നെഞ്ചു പൊട്ടുന്ന മക്കളെ കുറിച്ചുള്ള വേദന ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ മക്കളെ കുറിച്ചുള്ള നെഞ്ചു പൊട്ടുന്ന വേദന. ഹല്ലേലൂയ. മക്കളെ, നിങ്ങൾ അമ്മമാർക്കൊക്കെ വില കൊടുക്കണം. തോന്നും പോലെ നല്ല ഭാര്യയെക്കാട്ടിലും അമ്മയ്ക്കുള്ള സ്നേഹം അമ്മയ്ക്ക് കൊടു, മക്കൾക്കുള്ള അപ്പനോട് സ്നേഹം അപ്പനോട്, അമ്മയ്ക്കുള്ള സ്നേഹം അമ്മമാർക്ക് കൊടു. അത്രത്തോളം 10 മാസം നിന്നെ ചുമന്ന് ബാത്റൂമിൽ പോകുമ്പോൾ അവർ ഇരിക്കുന്ന അവസ്ഥ നോക്ക്. ഒരു ഗർഭിണി ബാത്റൂമിൽ ചെന്ന് എന്ത് അവസ്ഥയായിരിക്കും കുളിക്കുന്ന അവസ്ഥ. നമുക്കൊരു മുള്ളു കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ താളം അടിച്ചാണ് കുളിക്കുന്നത്. അല്ലേല എടാ, നിന്നെയൊക്കെ 10 മാസം എന്നെയൊക്കെ ചുമന്നുകൊണ്ട് അമ്മമാർ അനുഭവിക്കുന്ന വേദന, ആ ഗർഭപാത്ര വില നീ ജീവിതകാലം മുഴുവനും വേല ചെയ്ത് കൊടുത്താലും നിനക്ക് കണക്ക് വരെ തീരത്തില്ല. ഇന്ന് മാതാപിതാക്കളെ, ഇന്ന് തലമുറകൾ പുച്ഛിച്ചും പരിഹസിച്ചും പല വാക്കുകൾ വിളിച്ച്, ഈ ലോകത്തിലെ വൃത്തികെട്ട വാക്കുകൾ വിളിച്ച് പറഞ്ഞ് അമ്മമാരെ വേദനിപ്പിക്കുമ്പോ അമ്മമാരുടെ കണ്ണുനീരി ചെന്ന് വീഴുന്നത് അത് തീയാണ് മക്കളെ, തീയാണ്. അത് തീയാണ്. ഈ ലോകം നശിപ്പിക്കാനുള്ള ഒരാറ്റം ബോംബാണത്. ഹല്ലേലൂയ. കണ്ണുനീര് വിടരുത്. അനുഗ്രഹത്തിന്റെ സ്ഥാനത്ത് പറ, എൻ്റെ അമ്മ കരഞ്ഞാൽ എൻ്റെ ഹൃദയം പടയ്ക്കും. ഇന്ന് അമ്മമാർക്ക് വേണ്ടി അമ്മമാരെ തകർന്ന ഒരിക്കലും നിന്റെ അമ്മയെ ഒരിക്കലും നീ വേദനിപ്പിക്കരുത്. അമ്മ അനാവശ്യ വാക്കുകൾ വിളിക്കരുത്. അമ്മ നീ ഒരിക്കലും ഇന്ന വാക്ക് പറയരുത്. മറ്റുള്ളൊരു വിവരക്കേട് പറഞ്ഞാലും നീ ആ വാക്ക് ഏറ്റെടുത്ത് വിവരമില്ലാത്തവനായി പോകരുത്. ഹല്ലേലൂയ. കാര്യം നീ ദൈവത്തെ അറിയുന്ന ഒരു പൈതലാണ്. ഹല്ലേലൂയ. എടാ, സ്വന്തം അമ്മയുടെ മാതൃ സ്നേഹമെന്ന് പറയുന്നത് അത് അനുഭവിച്ചറിയേണ്ട സമയത്ത് നല്ലപോലെ അനുഭവിച്ചറിഞ്ഞത് കൊണ്ടാ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ മാതാപിതാക്കളും ഇന്ന് മക്കളെ കുറിച്ച് ദുഃഖിച്ച് ഭാരപ്പെടുമ്പോ, സ്വന്തം മക്കളെ കുറിച്ച് വേദനിക്കുമ്പോ ദൈവത്തിന്റെ ആത്മ പറയുന്നുണ്ട്, നിന്റെ കണ്ണുനീർ ഞാൻ തുടയ്ക്കും. കരയുന്നവരോട് പറയാ, നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ദിവസമുണ്ട്. കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി നീ ഭാരപ്പെട്ട് ഭവനത്തിലിരിക്കുമ്പോ എവിടെയാണോ നീ നഷ്ടപ്പെട്ടത്, നിന്റെ കയ്യിലേക്ക് മടക്കി തരുന്നൊരു ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം പ്രവർത്തിക്കുന്നുണ്ട്.